ഫസ്റ്റ് 24 മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ജാമ്യം. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 18 ദിവസത്തിന് ശേഷമാണ് രാഹുലിന് ജാമ്യം ലഭിക്കുന്നത്. ആദ്യ ബലാത്സംഗ കേസിലെ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയും ചെയ്യും. ഷിജോ കുര്യനും വിഷ്ണു സുരേഷും ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചിരുന്നു. ആദ്യം ഷിജോയിലേക്ക് തന്നെയാണ്. ഷിജോ, ഇത് മജിസ്ട്രേറ്റ് കോടതി പോലെ ആയിരുന്നില്ല. വളരെ വിശദമായ വാദം, മണിക്കൂറുകൾ നീണ്ട വാദം പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഈ കേസിൽ നടത്തിയതാണ്. അതിൽ രാഹുലിന്റെ അഭിഭാഷകർ മുന്നോട്ട് വെച്ച വാദം കോടതി മുഖവിലക്കെടുത്തു എന്ന് വേണ്ടേ ആ ജാമ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ? ഷിജോ, എപ്പോഴാണ് ജാമ്യ ഉത്തരവിറങ്ങുക? ഹാഷ്മി, അക്കാര്യമാണ് നമ്മളും മനസ്സിലാക്കുന്നത്. രാഹുലിന്റെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിച്ച അല്ലെങ്കിൽ കോടതിയിൽ വാദിച്ച മുഴുവൻ കാര്യങ്ങളെയും മുഖവിലക്കെടുത്തുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് ജഡ്ജി എൻ ഹരികുമാർ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായി 18ാം നാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പത്തനംതിട്ട ജില്ലാ കോടതിയിൽ നിന്നുള്ള ജാമ്യ ഉത്തരവ് പുറത്തിറങ്ങുക. ആ ജാമ്യ ഉത്തരവ് പോലീസ് ഉദ്യോഗസ്ഥർ മാവേലിക്കര ജയിലിൽ കൊണ്ട് എത്തിക്കുന്ന മുറയ്ക്കായിരിക്കും രാഹുൽ പുറത്തേക്കിറങ്ങുക. അതിന് സ്വാഭാവികമായിട്ടും ഇനി കുറച്ച് മണിക്കൂറുകളുടെ സമയമുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വൈകിട്ടോടു കൂടിയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ജയിൽ മോചിതനായിട്ട് പുറത്തേക്ക് ഇറങ്ങുക. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ പാലക്കാട് KPM റീജൻസി ഹോട്ടലിൽ നിന്നാണ് അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെ അർദ്ധരാത്രി കസ്റ്റഡിയിലെടുക്കുന്നത്. തൊട്ടു പിന്നാലെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വളരെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ. ആ ചോദ്യം ചെയ്യലിനൊടുവിൽ രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി തിരുവല്ല മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുന്നു. തിരുവല്ല മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി രാഹുലിനെ റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അതിന് പിന്നാലെ രാഹുൽ ജാമ്യ ഹർജിയുമായിട്ട് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പോകുന്നു. അവിടെയും വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ കണ്ടു. പക്ഷേ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്തുള്ള ജാമ്യ ഹർജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുള്ള ഒരു വാദം പ്രതിഭാഗം മജിസ്ട്രേറ്റ് കോടതിയിൽ ഉന്നയിച്ചിരുന്നില്ല. എന്നാൽ അവിടെ കാണാത്തതിന് വിപരീതമായിട്ടുള്ളൊരു കാഴ്ചയാണ് ജില്ലാ സെഷൻസ് കോടതിയിൽ കണ്ടത്. വാദിഭാഗവും പ്രതിഭാഗവും വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ രാഹുലിന്റെ ജാമ്യ ഹർജിയിൽ സെഷൻസ് കോടതിയിൽ പൂർത്തിയാക്കിയിരുന്നു. 2 ദിവസമായിട്ടായിരുന്നു രാഹുലിന്റെ ജാമ്യ ഹർജിയിൽ വാദം നടന്നിരുന്നത്. അതിന് പിന്നാലെ ഈ വാദം പൂർത്തിയായതിന് പിന്നാലെ ഇന്നത്തേക്ക് വിധി പറയാൻ വേണ്ടി മാറ്റിവെക്കുകയാണ് ജഡ്ജി എൻ ഹരികുമാർ ചെയ്തത്. ഇന്ന് കോടതി ചേർന്ന് ആദ്യ കേസായിട്ട് തന്നെ രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ട് ബെയിൽ അലൗഡ് എന്നുള്ളൊരു ഒറ്റ വാചകത്തിലാണ് ജഡ്ജി രാഹുലിന് ജാമ്യം കിട്ടി എന്നുള്ള കാര്യം അറിയിച്ചത്. ഇനിയിപ്പോൾ ബെയിൽ ഓർഡറാണ് ലഭിക്കേണ്ടത്. ഈ ബെയിൽ ഓർഡറിനകത്ത് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിനകത്ത് എന്തൊക്കെ ഉപാധികൾ, എന്തൊക്കെ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിന് ജാമ്യം നൽകിയിട്ടുള്ളത് എന്നാണ് അറിയേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ പ്രധാനമായും ഊന്നിയത് ഇതൊരു ബലാത്സംഗമല്ല, ഇതൊരു ഉഭയകക്ഷി ലൈംഗികബന്ധമാണ് എന്ന് സ്ഥാപിക്കാനാണ്. അതിനുവേണ്ടിയാണല്ലോ ഏറ്റവും ഒടുവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അതിജീവിതയും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം ഹാജരാക്കപ്പെടുകയും അതിന്റെ ആധികാരികത പരിശോധിക്കണമെന്ന് പ്രോസിക്യൂഷൻ പറയുകയും അതിന്റെ ഭാഗമായി കൂടിയായിരുന്നല്ലോ ഈ ഉത്തരവ് നീക്കിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതടക്കം പരിശോധിച്ചാണ്. അപ്പോൾ ഈ പ്രോസിക്യൂഷൻ ഇത് നേരത്തെയുള്ള മുൻകേസുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ രാഹുൽ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്, കുറ്റകൃത്യം നടത്തൽ ശീലമാക്കിയ ആളാണ് എന്ന പ്രധാന വാദം കോടതിയിൽ നിലനിൽക്കാതെ പോയത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷിജോ, ഹാഷ്മി, ബലാത്സംഗ കുറ്റം നിലനിൽക്കും എന്നുള്ള കാര്യമായിരുന്നു പ്രോസിക്യൂഷൻ മജിസ്ട്രേറ്റ് കോടതിയിലും ഈ പറയുന്ന ജില്ലാ സെഷൻസ് കോടതിയിലും ഏറ്റവും വലിയ വാദമായിട്ട് ഉന്നയിച്ചിരുന്നത്. അതിജീവിതയുടെ കൺസെന്റ് അല്ലെങ്കിൽ അതിജീവിതയുടെ സമ്മതപ്രകാരമല്ല ഈ ലൈംഗികബന്ധം നടന്നിട്ടുള്ളത്, ഒരു പീഡനം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ബലാത്സംഗ കുറ്റം നിലനിൽക്കും എന്നുള്ള വാദമായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നത്. അതുപോലെ തന്നെ മറ്റ് 2 കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്, ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ഒരു തരത്തിലും ജാമ്യം കൊടുക്കാൻ പാടില്ല. അതിജീവിതയെ വലിയ തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിജീവിതയെ വലിയ തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശവും മറ്റ് ചാറ്റിലെ വിവരങ്ങളും അടക്കം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിനെ ഖണ്ഡിക്കാവുന്ന തരത്തിലുള്ള വാദം പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചതെന്ന് പറയുന്നത് ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്ന് തന്നെയാണ്. കാരണം 2 പേരും പ്രായപൂർത്തിയായ ആളുകളാണ്. ഇതിനകത്ത് 2 പേർക്കും ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. 2 പേരും സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെടുന്നു. ആ പരിചയത്തിന്റെ ഭാഗമായിട്ട് രാഹുലിനെ കാണാൻ ഈ പറയുന്ന പരാതിക്കാരി വരുന്നു. അപ്പോൾ പരാതിക്കാരിക്ക് രാഹുലിനെ കാണാൻ വേണ്ടിയാണ് വന്നത്. അവിടെ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നുള്ള പ്രധാന വാദത്തിൽ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിഭാഗം വാദിച്ചത്. അക്കാര്യം അംഗീകരിച്ചുകൊണ്ടാണ് രാഹുലിന് നിലവിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജാമ്യം നൽകിയിട്ടുള്ളത്. ഹാഷ്മി, ഓക്കെ. വിഷ്ണു സുരേഷ് കൂടി ചേരുന്നു. വിഷ്ണുവും രാഹുലിന് ഒരുപക്ഷെ ഈ ഒന്നാമത്തെ പരാതിയിൽ നോട്ട് അറസ്റ്റ് ഹൈക്കോടതി കൊടുത്തതാണ്. അതിലെ ഉത്തരവ് കൂടി രാഹുലിന് പുറത്തിറങ്ങുന്നതിൽ നിർണായകമാണെന്ന് തോന്നുന്നു. അതിൽ ഒരു ഉത്തരവ് ഇന്നുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാവോ?
വളരെ കുറവാണ്. കാരണം ഇതിന്മേൽ വാദം നടന്നിട്ടില്ല. എല്ലാ കക്ഷികളും അവരുടെ സത്യവാങ്മൂലം കോടതിയിൽ നൽകുക മാത്രമാണ് ചെയ്തത്. അതിന്മേൽ വിശദമായ വാദത്തിലേക്ക് പോയ ശേഷം മാത്രമായിരിക്കും ഉത്തരവിലേക്ക് പോകുക. ഈ കേസിൽ അതിജീവിതയെ കൂടി കക്ഷി ചേർത്തിട്ടുണ്ട്. അതിജീവിത കഴിഞ്ഞ ദിവസം നൽകിയ സത്യവാങ്മൂലത്തിൽ വളരെ ക്ലിയറായി പറയുന്നുണ്ട്, രാഹുൽ പുറത്തിറങ്ങിയാൽ തന്റെ ജീവന് ഭീഷണിയുണ്ട്, ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ രാഹുലിന്റെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട്. ആ പശ്ചാത്തലത്തിലൊരു ഉത്തരവിലേക്ക് ഇന്ന് പോകാനുള്ള സാധ്യതയില്ല. 201-ാമത്തെ ഐറ്റമായി ജസ്റ്റിസ് കൗസർ ഇടപ്പകത്തിന്റെ ബെഞ്ചാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക. 3 തവണയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിക്ക് മുമ്പാകെ വന്നത്. ആ 3 തവണയും രാഹുലിന്റെ അറസ്റ്റ് നീട്ടി നൽകുന്ന നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ ഏറ്റവും ആദ്യം ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. അപ്പോൾ പറഞ്ഞത് ഇതിൽ ചില ഈ പരാതിക്കാരന് ചില ഭാഗങ്ങൾ കൂടി പറയാനുണ്ട്, ഇതൊരു ക്ലിയർ കട്ട് ബലാത്സംഗ കേസാണ് ആണോ എന്നുള്ള കാര്യത്തിൽ അതിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു വാദം കേൾക്കണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ആനുകൂല്യങ്ങളൊക്കെ രാഹുലിന് അവിടെ നിൽക്കുന്നുണ്ട്. രാഹുലിന്റെ നോട്ട് അറസ്റ്റ് നീട്ടി നൽകാനുള്ള ഒരു സാധ്യതയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ 3-ാമത്തെ ലിസ്റ്റിലാണ് 201-ാമത്തെ ഐറ്റം വരുന്നത്. അത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിലൊരു നോട്ട് അറസ്റ്റ് ലഭിച്ചു കഴിഞ്ഞാൽ മറ്റു തടസ്സങ്ങളൊന്നുമില്ല രാഹുലിന് ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ. ഹാഷ്മി. ഓക്കെ, ഷിജോ കുര്യനും വിഷ്ണു സുരേഷുമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ജില്ലാ കോടതിയുടെ ജാമ്യാപേക്ഷ അനുവദിക്കുന്നുള്ള ജാമ്യം അനുവദിച്ച ഉത്തരവ് അതിൽ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിക്കപ്പെടാതിരുന്നത് എന്ന കാര്യം അറിയണം. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഹാബിച്വൽ ഒഫൻഡറാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസിക്യൂഷന്റെ വാദം കോടതി മുഖവിലക്കെടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അത് ഉഭയകക്ഷി ലൈംഗിക ബന്ധമാണ് എന്ന പ്രോസിക്യൂഷന്റെ എന്ന പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിക്കപ്പെട്ടെന്നൊക്കെ വിശദമായി അറിയണമെങ്കിൽ അത് ജാമ്യ ഉത്തരവ് വരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.